മലയോര നാടിൻ്റെ ഓണാഘോഷങ്ങളിൽ പ്രധാന വിഭവങ്ങളിൽ ഒന്ന് വള്ളസദ്യയാണ്. ഉദനിടുവല്ല 67 പരം വിഭവങ്ങളുണ്ട്. ആറന്മുളയപ്പൻ അന്നദാന പ്രഭുവാണ് എന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേർച്ച. വഴിപാട് നടത്തിപ്പുകാരാണ് ഇവരെത്തി പള്ളിയോടെ കരക്കാരെ ക്ഷണിച്ച് യാത്രയാക്കുന്നതിലാണ് ചടങ്ങിന്റെ തുടക്കം. ക്ഷണിച്ച് യാത്രയാക്കിയ വഴിപാടുകാർ പള്ളിയോടെ എത്തുന്നതും കാത്ത ക്ഷേത്രകടവിലുണ്ട്. അവിടെയാണ് ആചാരപരമായ സ്വീകരണം. ഞാനിതുവരെ അടുത്താണെങ്കിലും കഴിച്ചിട്ടില്ല, ഇതുവരെ സദ്യ കഴിച്ചിട്ടില്ല. എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഭഗവാനോട് ഞാനൊന്ന് പറഞ്ഞു, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഭഗവാനെ, അടുത്ത വർഷം എനിക്ക് നടത്താൻ പറ്റണമേ എന്ന്. ഭഗവാൻ ഇങ്ങനെ ഒരു അനുഗ്രഹം ഒട്ടും വിചാരിക്കാതെ, ഒരു ശകലം പോലും വിചാരിക്കാതെ വന്നു നടത്തി ഇന്ന് ഈ നിമിഷം വരെ നടത്തി തന്നു. അതൊരു അനുഗ്രഹം എന്ന് പറയാം. അതിലുപരി നമുക്ക് കിട്ടിയൊരു ഭാഗ്യം. കണ്ടില്ലേ, വിഭവങ്ങളുടെ കലവറ തന്നെയാണ്. 44 ഇനങ്ങൾ തുളസിനിലയിൽ വിളമ്പും. അവശേഷിക്കുന്നതിൽ 29ഓളം എണ്ണം വിവിധ കരക്കാർ പാടി ആവശ്യപ്പെടുന്നതനുസരിച്ചായിരിക്കും വിളമ്പുക. ഈ പ്രദേശത്തുള്ളവർ തന്നെയല്ല, വളരെ ദൂരെ നിന്നുള്ള ആൾക്കാർ തന്നെ ഈ വള്ളസദ്യ പങ്കെടുക്കാനും ആ വള്ളസദ്യ ആസ്വദിക്കാനും ഭഗവാന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണ് ഇന്നിവിടെ എത്തിപ്പെട്ടുള്ളത്. അത് കൃത്യമായി തന്നെ ഇവിടെ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ പള്ളിയോടങ്ങളിലെല്ലാം 52 കരകളാണുള്ളത്. ചെന്നിത്തല മുതൽ റാന്നിക്കപ്പുറം എടക്കുളം വരെയുള്ള 52 കരയിലെ പള്ളിയോടങ്ങളാണ് തിരുവാർമലയപ്പനുള്ളത്. 52 കരയുടെ നാഥൻ തന്നെയാണ് ഭഗവാൻ.